തിരുമേനി നിരവധി പുസ്തകങ്ങൾ എഴുതുന്നു, അല്ലാതെ തന്നെ ലേഖനങ്ങൾ എഴുതുന്നു. എഴുത്ത് എന്ന് പറയുന്നത് പുതിയ കാലത്ത് വളരെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഷ മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിനിമ, അതിൻ്റെ ഭാഷ, അതിൻ്റെ പ്രസൻറ്റേഷൻ രീതികൾ മാറുന്നു. തിരുമേനി ഈ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ എഴുത്തുകൾ. എങ്ങനെയാണ് തിരുമേനി എൻ്റെ വായനാ രീതികൾ എങ്ങനെയാണ്, എഴുത്തിൻ്റെ രീതികൾ എങ്ങനെയാണ്, അതിനൊരു സമയക്രമമുണ്ടോ? അടിസ്ഥാനപരമായി ഞാനൊരു എഴുത്തുകാരനല്ല. അങ്ങനെ വിളിക്കരുത് അല്ലേ? ഞാൻ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഈ നമ്മുടെ ലോ കോളേജിൽ പഠിക്കാൻ പോകുന്നവരെ ഞാൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല. ഞാൻ പടം വരയ്ക്കുമായിരുന്നു. പക്ഷേ കോളേജിൽ ചെന്നിട്ട് നമ്മളവിടെ ഒരു ന്യൂസ് പേപ്പർ തുടങ്ങി, നമ്മുടെ ട്രിവാൻഡ്രം ലോ കോളേജിൽ. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഒരു ന്യൂസ് പേപ്പർ. അപ്പോൾ അതിൻ്റെ എഡിറ്റോറിയലാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഒരു കൈയെഴുത്ത് പ്രതിയായിട്ട് എടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് അന്ന് അങ്ങനെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ളവർ തന്നെ കാർട്ടൂൺ വരയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. കുസൃതി ചോദ്യങ്ങൾ, എന്നാൽ ഒരു 2 ഗൗരവമുള്ള ലേഖനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു പത്രമായിരുന്നു. അപ്പം ദ ജഡ്ജ്മെൻ്റ് എന്നായിരുന്നു എൻ്റെ പേര്. അപ്പം അവിടെയാണ് സത്യത്തിൽ എഴുതി തുടങ്ങിയത്, എഡിറ്റോറിയൽ. പിന്നെ 1-2 കവിത എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സാധനം എഴുതി, ഞാൻ തന്നെ വിളിക്കുന്ന ഒരു സാധനം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ സെമിനാറിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു അനാവശ്യമായ ഇൻസ്പിറേഷൻ. അതായത് നമുക്ക് ഖലീൽ ജിബ്രാൻ 25 വയസ്സിന് മുമ്പ് പ്രൊഫറ്റ് എഴുതി. കാൾ മാർക്സ് മാനിഫെസ്റ്റോ എഴുതി ചെറിയ പ്രായത്തിൽ. ഇപ്പം ഈ തിയോളജിയിലാണ് സെയിൻറ്റ് അത്തനേഷ്യസ് 23-ാം വയസ്സിൽ നിക്കിയ സുനോദോസിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഈ 20-25 ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് എഴുതി. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹപാഠികളാണ് എൻ്റെ ആദ്യത്തെ വിമർശകരും നിരൂപകരും ഒക്കെ. അതെ, അവരാണ് അതിന് വിധിക്കപ്പെട്ടവർ വായിക്കാൻ. അപ്പോൾ അത് എഴുതി അവസാനം ഞാനത് നമ്മുടെ നേരെ കൊണ്ടുപോയി DC-യിലാണ് കൊണ്ടുപോയത്. നമുക്കറിയാവുന്ന അതല്ലേ ഉള്ളൂ. അപ്പം നേരെ കോട്ടയത്ത് കൊണ്ടുപോയി അവർ കൊടുത്തു. പക്ഷേ അവർ വളരെ സൗമ്യമായി തന്നെ എനിക്കൊരു മറുപടി കത്ത് തന്നു. അപ്പോൾ എഴുതിയിരിക്കുന്ന ഒന്ന് ഒരു നോവല പോലെ വേണമെങ്കിലാകാം, ഒരു കവിത പോലെ ആകാം. അപ്പോൾ ഇതെല്ലാം ഒരു കാറ്റഗറി അല്ലാത്തത് കൊണ്ട് ഒരുപോലെയുള്ള എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ CSSൽ വന്ന് അവിടെയാണ് ആദ്യത്തെ ഒരു പുസ്തകം ഈ 23-ാമത്തെ വയസ്സിൽ പബ്ലിഷ് ചെയ്തു. പിന്നെ അതൊരു ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എനിക്കറിയില്ല അതിനകത്തൊരു ഹോളി സ്പിരിറ്റിൻ്റെ ഇതുണ്ടോയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ എഴുതി തുടങ്ങി. അപ്പോൾ വായിക്കുന്ന കൂടെ നമ്മളറിയാതെ എഴുതി പോകുമല്ലോ. അപ്പം അങ്ങനെ വന്നു. ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ വലിയൊരു സ്പിരിച്വലായിട്ടുള്ള ഒരു വായന അത്ര ഡെപ്തിലൊന്നും വായിച്ചിട്ടൊന്നുമില്ല. കാരണം അതുവരെ ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു ഗുരു ഉണ്ടാവുന്നതും ഈ വനശ്ശേരിമേനി ഉണ്ടാവുന്നതും. ഒരു 15 ജീവിതത്തിലേക്ക് അന്നാണ് ആലോചിക്കുന്നത്. അതെ 15 വയസ്സിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം അങ്ങനെ നിരന്തരമായൊരു സംസർഗത്തിലാണ് പിന്നെ ഇങ്ങനെ തിരിഞ്ഞു പോരുന്നത്. അപ്പോൾ പിന്നീടാണ് ഞാൻ ഈ കാര്യങ്ങൾ വായിക്കാൻ, തിരുമേട്ട ലൈബ്രറിയിൽ നിന്നാണ് സ്പിരിച്വാലിറ്റി വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ ലോ കോളേജിൻ്റെ ആ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ട് നോവലുകളും കവിതകളും, ഇപ്പം അഴീക്കോട് മാഷിൻ്റെ പ്രഭാഷണങ്ങൾ, MN വിജയൻ മാഷിൻ്റെ പ്രഭാഷണങ്ങൾ, ONV കുറുപ്പ് മാഷിൻ്റെ, അപ്പോൾ തിരുവനന്തപുരത്തുള്ള സകല മൈതാനങ്ങളിലും കേൾക്കാൻ പോവുക. സന്ധ്യാസമയത്ത്, അന്ന് യൂട്യൂബില്ലല്ലോ, സന്ധ്യാസമയത്ത് ഇങ്ങനെ പോവുക, കേൾക്കുക. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ. ഇപ്പോഴും അതൊക്കെ അതിങ്ങനെ ഓർക്കുമ്പോൾ നല്ല ഇതാണ്, അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ വായിക്കണം. അവർ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട്, അത് പിന്നെ പോയി തപ്പി പിടിക്കുക, അങ്ങനെ വായിക്കുക, അങ്ങനെ വരിക. ഇപ്പോഴും പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരും, ഞാൻ ആദ്യം വായിക്കുന്ന നോവലാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം മഞ്ഞവെയിൽ മരണങ്ങളാണ് രക്ഷിച്ചത്. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഒരു തടസ്സം വന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു നോവലിലൂടെയാണ് പിന്നെ കയറി പോകുന്നത്. വായനയുടെ എങ്ങനെയാണ് ഒരു തലം, എങ്ങനെയാണ്? എല്ലാം വായിക്കുമോ അതോ സെലക്റ്റഡ് ആണ്? അല്ല, എല്ലാം വായിക്കും. അതാ ഒരു സമയത്ത് എന്തും വായിക്കുമായിരുന്നു. ഇപ്പം പിന്നെ കുറേ കൂടെ ഒരു സമയത്ത് ചിലപ്പോൾ പ്രസംഗത്തിന് വേണ്ടിയൊക്കെ നോക്കിയിട്ട് വായിക്കുന്ന ഒരു സമയം ഒരു 1-2 വർഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി, ആ അസുഖം മാറി. അതത്ര ശരിയായൊരു വായനയല്ലല്ലോ എന്ന് തോന്നിയിട്ട് പിന്നെ ഇപ്പോൾ വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബോധ്യം. കാരണം ഈ ഇപ്പം കഥയായാലും നോവലായാലും ഒക്കെ അതും മനുഷ്യരെക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണല്ലോ. ആത്യന്തികമായി ഇത്
വായിച്ച് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുമ്പോഴാണ് നമ്മൾ മനുഷ്യനായി നിലനിൽക്കാനുള്ള പരിശ്രമമാണ് എൻ്റെ വായന എന്ന് എനിക്ക് വേണം പറയാം. കാരണം അതാണല്ലോ ശരിയും. ആ കാരണം അതാണ്. ഇതിൻ്റെ ഒരു ഇങ്ങനെ പ്രത്യേകിച്ച് സമയം, എഴുത്തിനൊരു സമയം, വായനയ്ക്കൊരു സമയമൊക്കെ അങ്ങനെ ഈ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള തിരുമേനി ഇതിനൊക്കെ എപ്പോഴാണ് സമയം? എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കുന്ന ആളുകൾ കൂടെ, പുതിയ തലമുറയ്ക്ക് കൂടെ അതൊരു പ്രയോജനമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെ ഈ പഴയൊരു ചൊല്ലുണ്ടല്ലോ, ഏറ്റവും തിരക്കുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സമയം മിച്ചം വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യാനുള്ള ജോലികൾ നമ്മൾ പ്ലാൻഡാണ്. ആ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് തലേദിവസം തന്നെ ഏകദേശം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇടയ്ക്ക് വന്ന് കയറിയെങ്കിൽ മാത്രമേ നമുക്കൊരു തടസ്സം വരുന്നുള്ളൂ. ഒഴിവാക്കാനാവാത്ത എന്തെങ്കിലും യാത്ര വന്നെങ്കിലൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സന്ധ്യയ്ക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മുറിയിൽ കയറിയാൽ കുറച്ച് സമയം നമ്മുടേതായ ഒരു പ്രൈവറ്റ് ടൈം ഉണ്ട്. ആ പ്രൈവറ്റ് ടൈം നമ്മൾ എന്തായാലും വായിച്ചിരിക്കും. ബൈബിൾ വായിക്കേണ്ട സമയമുണ്ട്, അതുപോലെ തന്നെ ബാക്കി സമയങ്ങളും വായിച്ചേ മതിയാവും. കാരണം നമ്മൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണമല്ലോ. അത് എല്ലാവർക്കും പറ്റുന്നതായിരിക്കും. കാരണം നമ്മൾ അനാവശ്യമായി എന്തോ ഒരു സമയം പോകുന്നുണ്ട്. നമ്മളെ നോക്കിയാൽ ആവശ്യത്തിനാണ് നമുക്ക് സമയമില്ലാത്തത്, അനാവശ്യത്തിന് സമയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. തിരുമേനി ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റ്സുകളായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അതിന് ചെലവഴിക്കുന്ന സമയങ്ങൾ അതൊക്കെ എങ്ങനെയായിരിക്കും? ഓരോ നിത്യേന ഉണ്ടോ, അതോ അതിനുവേണ്ടി പ്രത്യേക ഒരു സമയം ഇതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടോ? അതിനിപ്പോൾ രാവിലെ ഒന്ന് നോക്കും, പിന്നെ ഇടയ്ക്കൊന്ന് നോക്കും. അങ്ങനെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കാറില്ല, അഡിക്റ്റ് ആകാറില്ല. ഇല്ല അതിലേക്ക് നോക്കിയിരിക്കാറില്ല. അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ ഞാൻ കുറേ സമയം എൻ്റെ ഫോൺ മിക്കവാറും എല്ലാ സമയവും സൈലൻ്റ് ആണ്. അതുകൊണ്ടാണ് മിക്കവാറും ഞാൻ തിരിച്ചു വിളിക്കേണ്ടി വരുന്നത് എല്ലാവരെയും. അപ്പം അത് അങ്ങനെ സൈലൻ്റ് ആവാൻ കാരണം, ഞാൻ തിരുമേൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് എപ്പോഴും തിരുമേൻ്റെ കൂടെ ഇങ്ങനെ നടക്കേണ്ട വരുമ്പോൾ തിരുമേനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അന്നത്തെ കാലം ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലേ സൈലൻ്റ് ആയിരുന്നു. 2006 മുതലൊക്കെ. പിന്നെ അതങ്ങ് എനിക്ക് ഈ ശബ്ദം കേൾക്കുന്നത് എനിക്കും ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ എപ്പോഴും സൈലൻ്റ് ആണ്. ഡെയിലി വാർത്തകൾ, നാട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മുടെ ഒരു ധാർമ്മികതയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നൊരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കുന്നത് മീഡിയകളാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് എന്ത് തരം ആലോചനകളാണ് ഈ ധാർമ്മിക പ്രശ്നത്തിൽ തിരുമേനി നമ്മൾ സമൂഹത്തിൽ ഓരോ ദിവസവും കേൾക്കുന്ന പലതരം ധാർമ്മികത, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മത നേതൃത്വങ്ങൾ അല്ലെങ്കിൽ സമുദായ നേതൃത്വങ്ങൾ സ്വന്തം ധാർമ്മികത നിർവഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ധർമ്മക്ഷയത്തിൻ്റെ കാലമാണെന്നാണല്ലോ പൊതുവെ പറയാറുള്ളത്. ഒരാളുടെ വ്യക്തിപരമായ ധാർമ്മികതയും സമൂഹത്തിൻ്റെ ധാർമ്മികതയും തമ്മിലുള്ള ഒരു ക്ലാഷാണിപ്പം മിക്കവാറും ഇപ്പം പറഞ്ഞ പോലെ സംഭവിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ എൻ്റെ നീതി അനുസരിച്ച് ഞാൻ പോരാടാം എന്നൊരാൾ പറയുന്നു. ഇപ്പോൾ സമൂഹം മുഴുവൻ പറയുന്നു അങ്ങനെയല്ല എന്ന് പറയുന്നു. ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പത്രവായന കുറഞ്ഞു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന ചാനലുകളുടെ ഒരു എൻഡും സംഭവിക്കും. അതെ. ഇപ്പം നമ്മൾക്കറിയാലോ, നമ്മുടെ ഈ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പം 5ാം ക്ലാസ് തൊട്ട് താഴോട്ടോ അല്ലെങ്കിൽ അതിൽ താഴോട്ടുള്ള കുട്ടികൾ TV കാണാറില്ലല്ലോ. അതെ. TV കാണുന്നില്ല. ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല അവർ കാണുന്നത്. അവർ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവർ കാണുന്നതും കേൾക്കുന്നതും. പുതിയ ലോക നിർമ്മിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പം അതിനകത്ത് ഇതൊരു ട്രാൻസിഷണൽ പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ചരിത്രത്തിൻ്റെ എല്ലാ പരിണാമസന്ധികളിലും ഇങ്ങനെ ഒരു ധർമ്മക്ഷയമുണ്ട്. അത് ഭാരതീയ പാരമ്പര്യത്തിലായാലും നമ്മളിപ്പോൾ എബ്രായ പാരമ്പര്യത്തിലായാലും ഒക്കെ. ഇപ്പോൾ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഈ അവസാന കാലത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഇത് ജാതിയോടും വംശത്തോടും പോരടിക്കും, ഭൂകമ്പം ഉണ്ടാകും, പക്ഷെ ഇതൊരു ഈറ്റുനോവിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത്. ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പിറവിയാണ്. അപ്പോൾ ഈ ഒരു പരിണാമസന്ധിയിൽ, ഈ ട്രാൻസിഷണൽ പോയിന്റിൽ എപ്പോഴും ഈ ധർമ്മക്ഷയമുണ്ട്. അവിടുത്തെ ഭരണാധികാരികൾ കറപ്റ്റഡ് ആയിരിക്കും, മതപുരോഹിതന്മാർ കറപ്റ്റഡ് ആയിരിക്കും. അത് എല്ലാ തലങ്ങളിലും അത് ചരിത്രത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് പുതിയൊരു ലോകം തുടങ്ങുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ ഹോമോസാപ്പിയൻസിൻ്റെ ഒരു നിലവിലെ ചരിത്രം
ഒരു 12,000 വർഷം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ സെറ്റിൽഡ് ആയതിനു ശേഷം. ബാക്കി 60,000 വർഷവും നൊമാഡ്സ് ആയിരുന്നു എന്നും. അപ്പോൾ ഈ ഒരു 12,000 വർഷത്തെ അവരുടെ സെറ്റിൽഡ് കമ്മ്യൂണിറ്റിയിൽ അക്കേഡിയൻ, സുമേറിയൻ മുതൽ ഇങ്ങനെ പുറകോട്ട് പോകുന്ന ഗ്രീക്കോ റോമൻ എല്ലാ സംസ്കാരങ്ങളും ഇങ്ങനെ വന്നൊരു 15-ാം നൂറ്റാണ്ട് വരെയെങ്കിലും, അതായത് ഇപ്പോൾ AD ഒരു 15th സെഞ്ച്വറി വരെയെങ്കിലും ഒരു ഗോഡ് സെൻറ്റേഡ് യൂണിവേഴ്സ് ആയിരുന്നു. അതേസമയം റിനേസൻസിൻ്റെ റിഫർമേഷൻ്റെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഹ്യൂമൻ സെൻറ്റേഡ് യൂണിവേഴ്സായി, മാൻ ബിക്കെയിം ഗോഡായി. ഇപ്പോൾ ഹേഗൽ പറയുന്ന പോലെ മാൻ ക്രിയേറ്റഡ് ഗോഡ് ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നുള്ള തരത്തിലേക്കായി. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഒരു മെഷീൻ സെൻറ്റേഡ് യൂണിവേഴ്സിൻ്റെ ട്രാൻസിഷണൽ പോയിന്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനിയും ഉള്ള ഒരു പൊളിറ്റിക്സ്, റിലിജിയൻ ഒക്കെ മിക്കവാറും അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ തലമുറ അവരുടെ രീതിയിൽ വിഭാവനം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഏത് തരത്തിലേക്കായിരിക്കും നീങ്ങുക? പോസിറ്റീവ് ആയിരിക്കുമോ, നെഗറ്റീവ് ആയിരിക്കുമോ? അത് ഇപ്പം പുതിയ പിറവി നടന്നാൽ അതിനകത്തൊരു തീർപ്പ് പറയാൻ പറ്റും. ഒരു സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിൾ അതിൻ്റെ ഒരു ബാലാലിഷ്ടത കഴിയുന്നത് വരെ അതിനകത്തൊരു സ്ട്രഗിൾ ഉണ്ട്. നമ്മൾ കുട്ടികൾ നമ്മളെ വിളിക്കുന്ന പോലെ നമ്മൾ ഈ കേശവൻ മാമന്മാരെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും നമ്മൾ 90-90കളുടെ വസന്തങ്ങൾ ഇതിനെക്കുറിച്ച് ഭാരപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ടെക്നിക്കലി മൈഗ്രേറ്റഡ് ഗ്രൂപ്പ് എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു 40 വയസ്സിന് താഴെയുള്ളവരൊക്കെ മേളിലുള്ളവരൊക്കെ ഈ 2 യുഗത്തിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അപ്പം പുതിയൊരു ലോകത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന, അപ്പം വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ തലമുറ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. അവിടുത്തെ ഭാഷ പഠിക്കാനും അവിടുത്തെ കാലാവസ്ഥയോട് അനുരൂപപ്പെടാനും ഒക്കെ. അതേസമയം സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ അത്രയും കുഴപ്പം വരുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പ്രശ്നം വരില്ല. ഈ ഗാഡ്ജറ്റുകളുമായിട്ടുള്ള സമരത്തിലോ ഒന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളൊന്നും ഓർക്കില്ല. ഇല്ലില്ല. നമ്മളിപ്പം ഈ പഴയതിൻ്റെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജനാധിപത്യ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ മതമൂല്യം ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ചെറിയ നമുക്കൊരു ഭയങ്കരമായ പ്രയാസമുണ്ട് അതിനകത്ത്. ഇതിങ്ങനെ അല്ലല്ലോ ആവണ്ടേ. അപ്പം നമ്മൾ അവിടുത്തെ ഭാഷ സംസാരിക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ പുതിയ കാലാവസ്ഥയാണ്, ഭയങ്കര ഫാസ്റ്റ് വേൾഡാണ്. നമുക്ക് ആ വേഗം ഒട്ടും പറ്റുന്നില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്ന വേഗം നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഭക്ഷണ താല്പര്യങ്ങൾ നമുക്ക് പറ്റുന്നില്ല. അവരിപ്പം നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടില്ലേ ഷുഗർ കട്ട്, കേരളത്തിൽ മുഴുവൻ പഞ്ചസാരയുടെ വില കുറഞ്ഞു, അത് പഞ്ചസാര വിൽപ്പന കുറഞ്ഞു. പിള്ളേർ യൂട്യൂബിൽ നോക്കിയിട്ട് ഷുഗർ കട്ട് ലൈഫാണ്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് പോയിസൺ കണ്ടുപിടിച്ചിട്ട് വെള്ളമായിട്ടൊന്നും കഴിക്കുന്നില്ല, ചോറ് കഴിക്കുന്നില്ല. അപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇനി നമ്മൾ ചാനലിൽ കാര്യമില്ല. അപ്പോൾ ഈ ധർമ്മക്ഷയം എന്ന് പറയുന്നത് ഈ ഒരു പരിണാമസന്ധിയുടെ വ്യക്തമായ ലക്ഷണമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് ചേഞ്ച് നടക്കുന്നുണ്ട്. ആ ചേഞ്ചിനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് അവരുടെ കൂടെ നിൽക്കണം. കാരണം അനുഭവപരിചയമുള്ള ഒരു ലോകത്തിൽ നിന്ന് ഈ മൂല്യങ്ങൾ അടുത്ത ലോകത്തിലേക്ക് അവരുടെ ഭാവത്തിൽ അതിനെ സംക്രമിപ്പിക്കാൻ ഈ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ ശീലിച്ച അതേ വഴികളിൽ തന്നെ അവർ ഈ മൂല്യങ്ങളായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ശരിയല്ല, അവർ നമ്മളിൽ നിന്ന് അകന്നു പോകും. കാരണം അവരെ കൊണ്ട് അത് അസാധ്യമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചോദിക്കില്ല, നിങ്ങൾ ഈ ആൻഡ്രോയിഡ് ഇല്ലാത്ത കാലത്ത് എങ്ങനെ സർവൈവ് ചെയ്തു? നമ്മൾ നമ്മുടെ അപ്പച്ചന്മാരോട് ചോദിക്കുന്നില്ല, കറണ്ട് ഇല്ലാത്തപ്പോൾ എങ്ങനെ ചോദിച്ച പോലെ ഉള്ളൂ. അപ്പം നമ്മൾ വളരെ ലളിതമായ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ വല്യപ്പച്ചൻ ആ വാക്ക് ഉച്ചരിക്കുന്നതും കൊച്ചു മക്കൾ അതിനെ തിരുത്തുന്നതും ഉച്ചാരണത്തിൽ. അപ്പോൾ നമ്മൾ ആ പഠിച്ച ഒരു വാക്കുണ്ട് ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ. ഇപ്പോൾ ഉദാഹരണം എന്തെങ്കിലും സാധാരണ പറയുന്ന പോലെ അപ്പം നമ്മളതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവരതിനെ കൃത്യമായി ഉച്ചാരണം തിരുത്തുന്നു. പക്ഷെ അപ്പച്ചൻ സമ്മതിക്കത്തില്ല. ഞാൻ പഠിച്ച എങ്ങനെയാന്ന് അപ്പച്ചൻ പറയുന്നത്. അപ്പോൾ ശരി തെറ്റെന്നുള്ളതല്ല, എൻ്റെ ശരി ആണ് പ്രശ്നം. അപ്പം ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിത ചൊല്ലുവാണെങ്കിൽ നമുക്ക് ആ ഭാഗം അവസാനിക്കില്ലേ. റൂമി പറയുന്നുണ്ടല്ലോ, ബിയോണ്ട് ഓൾ റൈറ്റ് ഡൂയിങ്സ് ആൻഡ് റോങ് ഡൂയിങ്സ് ദർ ഇസ് എ സ്പേസ്, ഐ വിൽ മീറ്റ് യു ദർ. എല്ലാ ശരിതെറ്റുകൾക്കും അപ്പുറത്ത് അതീതമായ ഒരു ഭൂമികയുണ്ട്. അവിടെ നമുക്ക് കണ്ടുമുട്ടാം, അവിടെ നമുക്ക് സ്നേഹിക്കാം.